ഡേവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തായാലും അതിൻ്റെ അവസ്ഥ നേരിൽ കണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ തോന്നുന്നില്ല. ആര് പറഞ്ഞു കേട്ട് രേവതി വേഗം ലക്ഷ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ ലച്ചു? എൻ്റെ തനുവിന് അവിടെ എന്ത് പ്രശ്നമുണ്ടെന്നാ? ദത്തൻ അവളെ നന്നായിട്ട് തന്നെയല്ലേ നോക്കുന്നത്? ആൾ വിറയലോടെ ചോദിച്ചു. ലക്ഷ്മി അവളെ നോക്കിയൊന്ന് പൂച്ഛിച്ചു. ദത്തൻ ആ കുട്ടിയെ വിവാഹം ചെയ്തു പോലും നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമേ രേവതി. അവളിലൂടെ നിന്റെ കണ്ണുനീര് കാണുന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ദത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്താ ഇത്രയും നാളുകളായിട്ട് നീ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? ലക്ഷ്മി പരിഹാസം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആളുടെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് രേവതിയുടെ നെഞ്ചിൽ വന്ന് പതിച്ചത്. തന്നോടുള്ള പ്രതികാരത്തിന് വേണ്ടി മാത്രമായിരുന്നു തനുവിന്റെ കഴുത്തിൽ ദത്തൻ താലി കെട്ടിയത്. പക്ഷേ കഴിഞ്ഞ തവണ അവർ വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ അവരുടെ പെരുമാറ്റം. ആ നിമിഷം അവരുടെ മനസ്സിലേക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തനുവിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ദത്തന്റെ മുഖം കടന്നു വന്നു. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞ കള്ളാണെന്നാണോ? ശരി, ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ നീ നേരെ മനക്കിലേക്ക് ചെന്ന് നോക്ക്. അപ്പൊ കാണാം ആ കൊച്ചിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ലക്ഷ്മി പുച്ഛത്തോടെ പറഞ്ഞു. രേവതി എന്ത് ചെയ്യണമെന്നറിയാതെ അതേ നിൽപ്പ് നിന്നുപോയി. ആ നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു. ആകെ കൂടെ ഒരു സ്തംഭനാവസ്ഥ. ഒരല്പസമയം കൂടി അങ്ങനെ തന്നെ നിന്ന ശേഷം അവൾ ദയനീയമായി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നുകൊണ്ട് അതിവേഗ അമ്പലത്തിന്റെ പടികൾ ഇറങ്ങി മുന്നോട്ട് പോയി. അവൾ പോകുന്ന നോക്കുന്ന ലക്ഷ്മിയുടെ മുഖത്ത് പതിയെ ഒരു പുഞ്ചിരി വിടർന്നു. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വിജയിച്ചതിലുള്ള പുഞ്ചിരി. അവൾ വേഗം കയ്യിലിരുന്ന ഫോണിൽ നിന്നും ശ്രീദേവിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്തായാലും വെച്ച് കാര്യങ്ങൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നില്ലേ? കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ മറുവശത്തുനിന്ന് ശ്രീദേവിയുടെ ചോദ്യം കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട് ശ്രീയേച്ചി. അവൾ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്കാവും വരുന്നത്. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാ. നന്നായിട്ട് തന്നെ അങ്ങ് ട്രീറ്റ് ചെയ്തേക്കണം. ലക്ഷ്മി ഫോണിലൂടെ ശ്രീദേവിയോടായി പറഞ്ഞു. അത് പിന്നെ നീ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ ലച്ചു? വർഷങ്ങളായിട്ടുള്ള എൻ്റെ പക ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നും വേണ്ടാന്ന് കരുതി ഞാൻ മാറിയെന്നാ. അപ്പൊ അവൾക്കും അവിടെ വളർത്തുപുത്രിക്കൊക്കെ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കണം. ഒരിക്കലും അവൾ കാരണം തകർന്നു പോയത് എൻ്റെ കുടുംബം. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഏട്ടനുണ്ടായ ദുരനുഭവം എൻ്റെ മകനുണ്ടാവാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല വെച്ചു. അതുകൊണ്ടാ അവളിവിടെ അട്ടയെ പോലെ ഒട്ടിക്കിടക്കുന്ന കണ്ട് ഇങ്ങനൊരു പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്. ഇതാകുമ്പോൾ അവിടെ പൊന്നുമോളിവിടെ കിടന്ന് അനുഭവിക്കുന്ന കാണുമ്പോൾ സ്നേഹനിധിയായ ചെറിയ മോടി വന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളും. ശ്രീദേവി പകയോടെ പറയുന്ന കേട്ട് ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. അല്ലേ ചേച്ചി, ദത്തൻ എന്തെങ്കിലും അറിഞ്ഞാ? ഏയ്, അവനൊന്നും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതിനു വേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ചോദിച്ചു. ശ്രീദേവി കോൺഫിഡൻറ്റോടെ പറഞ്ഞു. ശരി, എന്നാ നീ വെച്ച ലച്ചു. ആൾ വരുമ്പോൾ അവൾക്കായി ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. ശരി ചേച്ചി. ശ്രീദേവി അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിരുന്നു. നീ ചെയ്ത ചതിക്ക് ഒരിക്കലും മാപ്പില്ല രേവതി. അങ്ങകലെയായി അതിവേഗം നടന്നു പോകുന്ന രേവതിയെ നോക്കിക്കൊണ്ട് ലക്ഷ്മി പതിയെ പിറുവിറുത്തു. ദത്തന്റെ കാറ് മനക്കിലെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ബാൽക്കണിയിലെ സോപാനപ്പടിയിലിരുന്നുകൊണ്ട് തനു അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരുന്നു. വന്ന് ദത്തനാണെന്ന് അറിയാമായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് എൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തോന്നിയില്ല. ചിലപ്പോൾ കുറച്ചു മുന്നേ ഗൗരിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ കാരണമായിരിക്കാം. അല്ലെങ്കിൽ ദത്തൻ പോയിട്ട് ഇതുവരെ അവളെ ഒന്ന് വിളിക്കാനോ അവളെക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിക്കാനോ ശ്രമിക്കാത്തതിൻ്റെ പരിഭവം കൊണ്ടോ ആയിരിക്കാം. എന്തായാലും ആൾ അവിടുന്ന് ഒരു അടിപോലും അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴേക്കകത്തുനിന്നും ശ്രീദേവി, രാജേശ്വരിയും ഗൗരിയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ദത്തൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഗൗരി കാറിനുള്ളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. പ്രതീക്ഷ ആളിനെ അവിടെ കാണാതെ ആയതും ആളുടെ മുഖം മങ്ങി. ആൾ ദയനീയമായി ദത്തന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. ആ നിമിഷം അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരി അവരിലും ചേക്കേറിയ ആ നിമിഷമാണ് അവന്റെ കണ്ണുകൾ തന്റെ മുറിയിലെ ബാൽക്കണിയുടെ നേരെ നീണ്ടത്. അവിടെ തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിർവികാരതയോടെ നിൽക്കുന്ന തനുവിനെ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടച്ചു. മോനെ, നീ വരുന്ന വഴിക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വന്ന് വല്ലതും കഴിക്ക്. അവന്റെ നോട്ടം ബാൽക്കണിൽ നിൽക്കുന്ന തനുവിന് നേർക്കാണെന്ന് കണ്ടതും ശ്രീദേവി വേഗം അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അമ്മ കഴിക്കാനെടുത്തൊക്കെ, ഞാനത് ഫ്രഷായിട്ട് വരാം. അവരോടായി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും അവന്റെ കണ്ണുകൾ ബാൽക്കണിൽ നിൽക്കുന്ന തനുവിന്റെ മേൽ തന്നെ ആയിരുന്നു. അവനവന്റെ പെണ്ണിനെ കാണാൻ ഇത്ര വെപ്രാളം പിടിച്ച് അകത്തേക്ക് ഓടുന്നത്. അവളോടൊന്നും മിണ്ടാതെ അവന് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങിയില്ല. അവൻ തിടുക്കപ്പെട്ട അകത്തേക്ക് ഓടുന്ന കണ്ട് രാജേശ്വരി ഗൗരിയോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. തൊട്ടു പിന്നാലെ തന്നെ ഗൗരി ഒരു പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആരിരുവരും പോയതും അവിടെ ശ്രീദേവി മാത്രം തനിച്ചായി.
ഇനി കുറച്ച് സമയം കൂടി നീ ഇങ്ങനെ ഒട്ടി നിന്നോ തനുശ്രീ. അത് കഴിയുമ്പോൾ നിന്റെ സ്ഥാനം വീണ് പുറത്തായിരിക്കും. ശ്രീദേവിയാ പറയുന്നത്. ദത്തനെയും തനുവിനെയും പരസ്പരമുള്ള നോട്ടവും ആളുടെ അടുത്തെത്താനുള്ള അവന്റെ വെപ്രാളം പിടിച്ച ഓട്ടോ കണ്ടതും ശ്രീദേവി പകയോടെ മനസ്സിൽ പറഞ്ഞു. അടഞ്ഞു കിടക്കുന്ന തന്റെ മുറിയുടെ വാതിന് മുമ്പിലെത്തിയതും ദത്തൊരു നിമിഷം ശ്വാസമെന്ന് ആഞ്ഞെടുത്ത് വിട്ടു. തനുവിന്റെ പ്രതികരണം അതെങ്ങനെയായിരിക്കുമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. 1-2 അല്ല, 1 മാസത്തിൽ കൂടുതലാണ് അവളെ താനൊന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ ഇരുന്നത്. അതുമാത്രമല്ല, അമ്മ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഗൗരിയുടെ ഇങ്ങോട്ടുള്ള എൻട്രി എല്ലാം കൂടെ ആയപ്പോൾ അവൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അവളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ അവനൊരു നിമിഷം കുഴങ്ങി നിന്നു. പന്ന പട്ടി കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ആ പുല്ലം കാലുമാറി. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ദത്തന്റെ കൂടെ മനക്കിലേക്ക് വരാൻ നിന്നിട്ട് അവസാനം സ്വന്തം വീട്ടിലേക്ക് പോയ വിഷ്ണുവിനെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് അവൻ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. താൻ ബാൽക്കണിയിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു. വാതിൽ കടന്നപ്പോഴേ എന്തോ ആലോചിച്ചുകൊണ്ട് സോപാനപ്പടിയിലിരിക്കുന്ന തനുവിനെ അവനൊരു നിമിഷം നോക്കി നിന്നു. ഈ 1 മാസം കൊണ്ട് അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച പോലെ, വല്ലാതെ ക്ഷീണിതയായതുപോലെ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ അരികിലേക്ക് ചൂടുകൾ വെച്ചു. തോളിൽ ആരുടെയോ കരസ്പർശമേറ്റപ്പോഴാണ് ചിന്തകളിൽ മുഴുകിയിരുന്ന തനു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ദത്തനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ദത്തന് ആ നിമിഷം അവളോട് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വന്നുടനെ ഒന്നുകിൽ അമ്മയുടെ അരികിലേക്കോ അല്ലെങ്കിൽ ഗൗരിയുടെ അരികിലേക്കോ അവൻ പോയിട്ടുണ്ടാകുമെന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ അവൻ ആദ്യം തന്നെ അരികിലേക്കാണ് വന്നതെന്നോർത്തും അവളുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന കാലുഷിതം അകന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ അവിടുന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് ഇറങ്ങി വന്നു. തനു തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവരുടെ ഇരുകവളിലും കൈകൾ അമർത്തി വെച്ചുകൊണ്ടാവും വിളിച്ചതും ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് രാവിലെ ഗൗരിയിൽ നിന്ന് കേട്ട വാക്കുകൾ കടന്നു വന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ അവൻ അവളോട് കാണിച്ച അവഗണനയും. അതുവരെ പൂത്തിരി പോലെ വിടർന്നു നിന്ന അവളുടെ മുഖം ഒരു നിമിഷം കൊണ്ട് മങ്ങി. അവളുടെ ദേഷ്യമോ പരിഭവമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ ഇരച്ചു കയറി. അവൾ ദേഷ്യത്തോടെ അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. തനു മോളെ നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൻ പിന്നാലെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചെടുത്തിയെങ്കിലും അവൾ അവന്റെ കൈകൾ വീണ്ടും തട്ടി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ തന്നെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. വീട്ടാനല്ലേ പറഞ്ഞ് ആൾ അവന്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. അടങ്ങി നിൽക്ക് വേണ്ടേ, ഞാനൊന്ന് പറയട്ടെ. അവൻ അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകളിൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പിടഞ്ഞു പോയി. വേണ്ട. ആൾ വിറച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങിയ ആ നിമിഷമാണ് വാതിൽ തുറന്ന ഗൗരി അകത്തേക്ക് വന്നത്. പെട്ടെന്ന് ഗൗരിയെ മുന്നിൽ കണ്ടതും അവരിരുവരൊന്ന് പകച്ചുപോയി. ദത്തൻ പെട്ടെന്ന് തന്നെ തനുവിനെ തന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. ഗൗരി ആ നിമിഷം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വിഷ്ണുവിനെ പ്രതീക്ഷിച്ച് നിന്നിട്ട് അവൻ വരാത്തുള്ള സങ്കടവും നിരാശയും കൊണ്ട് അവന്റെ കാര്യം അന്വേഷിക്കാനായിരുന്നു അവൾ പെട്ടെന്ന് അവരുടെ റൂമിലേക്ക് കയറി വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതും അവൾക്കാകെ വല്ലായ്മ തോന്നി. ഗൗരി താനെന്തെവിടെ? ആദ്യത്തെ പകപ്പ് മാറിയതും ദത്തനൊന്ന് മുഖമാമൃത്തി തുടച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് എനിക്ക് ദത്തേട്ടനൊരു കാര്യം. ആൾ ദത്തനോട് എന്തോ പറയാൻ തുടങ്ങിയതും തനുവിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. തനിക്ക് മാനേഴ്സ് എന്താണെന്ന് അറിയില്ലേ ഗൗരി? ഇങ്ങനെയാണ് ഒരു മുറിയിലേക്ക് കയറി വരുന്നത്? പെട്ടെന്ന് തനുവിടെ മുന്നിലേക്ക് ആയിരുന്നോണ്ട് ചോദിച്ചു. ഗൗരി പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. തനുവിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാതിരുന്ന ദത്തൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. മനക്കിലേക്കുള്ള വഴിയിലൂടെ അതിവേഗത്തിൽ നടക്കുമ്പോൾ രേവതിയുടെ മനസ്സ് നിറയെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. തന്നോടുള്ള പ്രതികാരത്തിന് വേണ്ടിയാണ് ദത്തൻ തനുവിനെ വിവാഹം കഴിച്ചെന്ന് ഓർക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. പ്രതികാരം എന്തിനു വേണ്ടിയാണ് പ്രതികാരം? അതിനു മാത്രം താനെന്ത് തെറ്റാണ് ചെയ്ത്? സൂര്യമംഗലത്ത് സൂര്യനാരായണനെ പ്രണയിച്ചു എന്ന തെറ്റോ, അതോ അയാളുടെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന തെറ്റോ? ഇതിലെന്തിന്റെ പേരിലാണ് അവർ തന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്? അന്ന് ഇന്ന് അവർ തന്നെയാണ് ദ്രോഹിക്കുന്നത്. സ്നേഹിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മനസ്സറിയാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്തി ഉപേക്ഷിച്ചു പോയി. ആൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് സൂര്യനാരായണന്റെ മുഖം തെളിഞ്ഞു വന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കുഞ്ഞു മുഖവും. അതിന്റെ ശ്വാസം പിടഞ്ഞുകൊണ്ടുള്ള കരച്ചിലും അവളുടെ മനസ്സിലേക്ക് ഈർച്ചവാള് പോലെ കടന്നു വന്നു. അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടിവയറ്റിൽ നിന്നൊരു വേദന മുകളിലേക്ക് ഉയർന്നു കയറുന്ന പോലെ, തളർവാദം പിടിച്ച പോലെ. അവൾ സൈഡിലായിട്ടിരുന്ന ഒരു ഒതുക്കലിന്റെ മേലേക്കിരുന്നു. എന്തിനു വേണ്ടിയാണ് സൂര്യൻ തന്നെ ഉപേക്ഷിച്ചെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായിട്ട് കടന്നു വന്നു. അന്ന് പാർവതി ചേച്ചിയും ചന്ദ്രേട്ടനും നിർബന്ധിച്ചിട്ടായിരുന്നു താൻ വിനയേട്ടന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ സൂര്യേട്ടനോട് പറഞ്ഞു. പക്ഷേ വിനയേട്ടൻ അന്ന് അങ്ങനെ ഒരു ചതി ചെയ്യുമെന്നോ അതിന്റെ പേരിൽ സൂര്യേട്ടൻ തന്നെ അവിശ്വസിക്കുമെന്നോ താൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.
അന്ന് കേസും കൂട്ടൊക്കെ ആയിട്ട് സൂര്യേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്താണ് താൻ ഗർഭിണിയാണെന്ന വിവരമറിയുന്നത്. തങ്ങളുടെ പ്രണയത്തിന്റെ അംശം തന്റെ വയറ്റിൽ കുരുത്തു എന്ന് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. കാരണം സൂര്യേട്ടന്റെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്ന കാരണം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ചന്ദ്രേട്ടനും പാർവതി ചേച്ചിയും കൂടി അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു. താൻ അതിന്റെ പേരിൽ പരമാവധി എതിർത്തിയെങ്കിലും അവരതൊന്നും മുഖവിലൊക്കെ എടുത്തിരുന്നില്ല. എന്തു വന്നാലും കഞ്ചാവ് കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് തന്നെ കൊടുക്കില്ലെന്ന് അവർ വാശിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. സൂര്യേട്ടനൊന്ന് കാണാൻ പോലും ആ സമയങ്ങളിൽ അവർ തന്നെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. അത് അവർക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിന്റെ പേരിൽ വീട്ടിൽ വലിയൊരു പ്രശ്നം തന്നെ നടന്നു. ആരും അറിയാതെ കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്ന് വരെ അവർ തീരുമാനിച്ചു. എങ്കിലും തന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അവരതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അവളുടെ മനസ്സ് അന്നത്തെ ദിവസത്തിലേക്ക് കടന്നുപോയി. എന്താ രേവു നിന്റെ ഉദ്ദേശം? ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താന്നാണോ? തന്റെ മുന്നിൽ വന്ന് ഇന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്ന പാർവതിയെ രേവതി നിർവികാരതയോടെ നോക്കിയതേയുള്ളൂ. ഇപ്പൊ ഇത് ആരും അറിഞ്ഞിട്ടില്ല രേവു. കുറച്ചു നാളുകൂടി കഴിഞ്ഞാൽ മൂടി വെക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതിനു മുന്നേ ഇതിനങ്ങ് ഇല്ലാതാക്കാൻ നോക്കും. അതാ എല്ലാവർക്കും നല്ലത്. തന്റെ മുന്നിൽ നിന്നുകൊണ്ട് യാതൊരു കുറ്റബോധമില്ലാതെ പറയുന്നവളെ രേവതി പകപ്പോടെ നോക്കി. ശേഷം കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടു. പാർവതി ആ സമയത്ത് 2 മാസം ഗർഭിണിയായിരുന്നു. ചേച്ചിയും ഗർഭിണിയല്ലേ? ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ചേച്ചിക്ക് എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ പറയാൻ തോന്നുന്നു? അത്രയ്ക്ക് ദുഷ്ടമനസ്സാണ് ചേച്ചിയുടേത്. രേവതി ദേഷ്യത്തോടെ പറഞ്ഞു. പാർവതിയുടെ മുഖം വിളറി വെളുത്തു. എങ്കിലും അവളത് പുറമേ കാണിക്കാതെ രേവതിയെ ദേഷ്യത്തോടെ നോക്കി. അതിന് ഞാൻ പ്രസവിക്കാൻ പോകുന്നത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ കുഞ്ഞിനെ തന്നെയാണ്. അല്ലാതെ നിന്നെ പോലെ തന്തയാണെന്ന് അറിയാത്തൊരു കുഞ്ഞിനെ അല്ല. ആൾ വാശിയോടെ പറഞ്ഞു. രേവതിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. മതി ചേച്ചി, നിർത്ത്. അങ്ങനെ തന്തയാണെന്ന് അറിയാതിരിക്കാൻ രേവതി കണ്ടമാരുടെ കൂടെ ഒന്നും പോയിട്ടില്ല. ഈ രേവതിയുടെ ശരീരത്തിൽ ഒരുത്തനെ തൊട്ടിട്ടുള്ളൂ. ഒരുത്തൻ്റെ കൂടെ രേവതി കിടന്നിട്ടുള്ളൂ. അവൻ്റെ കുഞ്ഞിനെ തന്നെയാ ഞാൻ വയറ്റിൽ ചുമക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ സൂര്യമംഗലത്തെ സൂര്യനാരായണനാണെന്ന് പറയാൻ എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ ചേച്ചിക്ക്? ആൾ പാർവതിയുടെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവളുടെ ഭാവമാനത്തിൽ പാർവതി ഒന്ന് പകച്ചുപോയി. ആൾ പേടിയോടെ 2 ചുവട് പിന്നിലേക്ക് നീങ്ങി. കാരണം അത്രയും അഗ്നിയെരിയുന്ന മുഖത്തോടെ നിൽക്കുകയായിരുന്നു രേവതി ആ സമയം. എന്താ അവിടെ? അപ്പോഴേക്ക് അവരുടെ ബഹളം കേട്ട് പുറത്തുനിന്ന് ചന്ദ്രശേഖരനും ദിവാകരനും അകത്തേക്ക് കയറി വന്നിരുന്നു. അത് ഞാൻ പാർവതി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും രേവതിയുടെ മുമ്പിലേക്ക് കയറി നിന്നിരുന്നു. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സൂര്യമംഗലത്തെ സൂര്യനാരായണനാണ്. എൻ്റെ സൂര്യേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞൊരിക്കലും അച്ഛനില്ലാതെ വളരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ എതിർത്താലും എൻ്റെ സൂര്യേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ ആ കൂടെ ഇറങ്ങിപ്പോവും. അതുപോലെ കുടുംബത്തിൻ്റെ അന്തസ്വാഭിമാനമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വേർപിരിക്കാൻ ശ്രമിക്കാതെ എൻ്റെയും സൂര്യേട്ടൻ്റെയും വിവാഹം നടത്തി തരണം. ആൾ ഉറച്ച ശബ്ദത്തിൽ ദിവാകരന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ അവളൊരു നിമിഷം നോക്കി നിന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അയാളുടെ പിന്നാലെ പാർവതിയെ നോക്കി തലയാട്ടിക്കൊണ്ട് ചന്ദ്രശേഖരനും പുറത്തേക്ക് ഇറങ്ങി. രേവു, ഞാൻ പറയുന്നത് കേൾക്കുമോളെ. നീ കരുതുന്ന പോലെ സൂര്യനാരായണന്റെ സ്വഭാവത്തിന് നല്ലതൊന്നുമല്ല. വിനയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ പല പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ട്. അതുപോലെ പല നിയമവിരുദ്ധമായ ബിസിനസ്സും അയാൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാന തെളിവ് തന്നെയല്ലേ ഇപ്പം ഉണ്ടായ കഞ്ചാവ് കേസും. അതുകൊണ്ട് നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അയാളും അയാളുടെ കുഞ്ഞും നമുക്ക് വേണ്ട. ഇതിനങ്ങ് ഇല്ലാതാക്കിയ വിനയേട്ടൻ തന്നെ നിനക്കൊരു ജീവിതം നൽകും. വിനയേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാനീ പറയുന്ന രേവു. ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി കാത്തിരിക്കാതെ നിന്നെ അംഗീകരിക്കുന്ന വിനയേട്ടൻ്റെ കൂടെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ മോളെ. നിർത്ത്! ആൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ രേവതിയുടെ ശബ്ദം വീണ്ടും ആ മുറിയിലാകെ ഉയർന്നു കേട്ടു. നിങ്ങളോട് ഞാൻ മര്യാദക്കാ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ഇനി നിങ്ങളുടെ നാവിൽ നിന്ന് കേട്ടുപോകരുതെന്ന്. എൻ്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. മേലിൽ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്. കത്തുന്ന കണ്ണുകളോടെ രേവതി അവൾ നോക്കി അലറിയതും ആൾ ഒരു നിമിഷം പതറിപ്പോയി. ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും പാർവതി ഒരു നെടുവീർപ്പോടെ അവിടുന്ന് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. പിന്നെ ചേച്ചിയോ നിന്നേ. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചോ. പിന്നിൽ നിന്ന് രേവതി വിളിച്ചു കേട്ട് അവളും തിരിഞ്ഞു നോക്കി. എൻ്റെ സൂര്യൻ്റെ സ്വഭാവമായ്മ എന്താണെന്ന് എനിക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ജന്മത്തിൽ ആ മനുഷ്യൻ എന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. എൻ്റെ ശരീരത്തിൽ മാത്രമേ തൊട്ടിട്ടുള്ളൂ. ആ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ഏക അവകാശി ഈ രേവതി മാത്രമാണ്. അത് അങ്ങനെയല്ലെന്ന് നീയല്ല, ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഞാൻ അവിശ്വസിക്കില്ല. ഓർത്തു വെച്ചോ നീ. പിന്നെ എന്നെ കെട്ടാന്നുള്ള ഉദ്ദേശമായിട്ട് നടക്കുന്ന വിനയേട്ടനോട് ചെന്ന് പറഞ്ഞേക്ക് ആ മോഹം മുളയിലെ അങ്ങ് നുള്ളിക്കളയാൻ. ഈ രേവതിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ സൂര്യനാരായണൻ മാത്രമേ താലി കെട്ടൂ. ഉറച്ച ശബ്ദത്തിലുള്ള രേവതിയുടെ വാക്കുകൾ കേട്ടതും ഇനിയൊന്നും പറയാനില്ലെന്ന പോലെ പാർവതി തിരിഞ്ഞടന്നിരുന്നു. ആൾ പോയതും വാതിൽ കുറ്റിയിട്ടുണ്ട് രേവതി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കട്ടിലേക്ക് വന്ന് കിടന്നു. തലയിണക്കടിയിൽ നിന്നും അവൾ സൂര്യന്റെ ഫോട്ടോ പുറത്തേക്ക് എടുത്തു. ശേഷം അതിൽ തെളിഞ്ഞു കാണുന്ന അവന്റെ മുഖത്തേക്ക് അവൾ ചുണ്ടുകൾ ചേർത്തു.
ഭ്രാന്തി പിടിച്ച പോലെ അവൾ ആ ഫോട്ടോ നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. എവിടെയാ സൂര്യേട്ടാ? എന്നത് കാണാൻ പോലും വരാൻ തോന്നുന്നില്ലേ? നമ്മുടെ പ്രണയത്തിൻ്റെ അംശം, നമ്മുടെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വളർന്നു തുടങ്ങിയ വിവരം അറിഞ്ഞോ സൂര്യേട്ട? പെട്ടെന്ന് വാ, അച്ഛനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുക നമ്മുടെ വാവ. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പിറുവിറുത്തോണ്ടിരുന്നു. പതിയെ അവിടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൻ്റെ ഫോട്ടോയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. തന്നെ സൂര്യേട്ടിൽ നിന്ന് അകറ്റാനും തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി പുതിയൊരു ജീവിതം തുടങ്ങാനും പല രീതിയിലും പാർവതി തന്റെ അടുത്ത് വന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിനെയെല്ലാം താൻ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും താൻ അവരുടെ വഴിക്ക് നിൽക്കുന്നില്ലെന്ന് കണ്ടതും പിന്നെ അവർ അതിനുവേണ്ടി ശ്രമിച്ചില്ല. അച്ഛനും പിന്നെ തൻ്റെ ഒപ്പം തന്നെ നിന്നു. അധികം വൈകാതെ തന്നെ പിന്നെ സൂര്യേട്ടൻ ജയിലിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും തൻ്റെ ഉദരത്തിലെ കുഞ്ഞു ജീവന് 3 മാസത്തോളം വളർച്ചയെത്തിയിരുന്നു. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അച്ഛൻ താൻ ഗർഭിണിയാണെന്ന വിവരം സൂര്യമംഗലത്തെ അറിയിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.